ഹലോ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മറ്റൊരു പോയമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അപ്പോൾ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്ന WB Yeatsന്റെ ഒരു മനോഹരമായിട്ടുള്ള ബാലഡ് എന്ന് പറയാം അല്ലെ. പോം എന്ന് പറയുന്നതിന് നല്ലത് ഈ ഒരു ബാലഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ബൈ WB Yeats. എന്താ സമ്മറി? The Ballad of Father Gilligan by WB Yeats is a touching narrative poem that explains God's everlasting kindness. ആ ഒരു ദൈവത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത കരുണയുടെ കഥ പറയുന്ന ഒരു പോം, ഒരു ബാലഡ് ആണ് ഏത്? ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. എഴുതിയ പോയറ്റിന്റെ പേര് WB Yeats, വില്യം ബട്ട്ലർ ഈറ്റ്സ് എന്നുള്ളതാണ്. Father Gilligan was weary and tired carrying out his priestly duties during an epidemic in his parish. അപ്പോൾ ഈ ഒരു ബാലഡിൽ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിന്റെ പേരാണ് ഫാദർ ഗില്ലിഗൻ, ഫാദർ പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. അദ്ദേഹം he was so weary and tired, ആകെ ടയേർഡ് ആണ്. എന്തുകൊണ്ടാണ് ടയേർഡ് ആയി പോയത്? His priestly duties during an epidemic in his parish. തന്റെ ഇടവകയിൽ, പാരിഷ് എന്ന് പറഞ്ഞാൽ ഇടവക, തന്റെ ഇടവകയിൽ തന്റെ പാരിഷിൽ ഒരു എപ്പിഡമിക്, ഒരു പകർച്ചവ്യാധി വല്ലാതെ അങ്ങ് പടർന്നു പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ഡ്യൂട്ടി, ഫ്യൂണറൽ സർവീസ് ആയിട്ടും അതുപോലെ ലാസ്റ്റ് കമ്മ്യൂണിയൻ ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു ഓയിൽ ലാവൻഡിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു പരിപാടികളൊക്കെ ഉണ്ടല്ലോ, കുറെ പ്രീസ്ലി ഡ്യൂട്ടീസ് ഉണ്ട്. ലാസ്റ്റ് സാക്രമെന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് കമ്മ്യൂണിയൻ, അതുപോലെ ഫ്യൂണറൽ സർവീസ് തുടങ്ങിയിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ചെയ്ത് അദ്ദേഹം ആകെ എന്താണ് ഇപ്പോ ടയേർഡ് ആയിരിക്കുകയാണ്. അങ്ങനെ വൺ ഈവനിങ് കംപ്ലീറ്റ്ലി ടയേർഡ് ഹി ഫെൽ അസ്ലീപ്. ഒരു ദിവസം വൈകുന്നേരം അങ്ങേയറ്റം എക്സോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ആകെ ഉറങ്ങിപ്പോകുന്നു. പക്ഷെ ഈ ഉറങ്ങുന്നതിന് മുന്നേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനുണ്ടായിരുന്നു? ഒരു സിക്മാന്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അത് മറന്നുകൊണ്ടാണ്, മനഃപൂർവ്വം അല്ലെങ്കിലും ക്ഷീണം കാരണം അദ്ദേഹം ഉറങ്ങിപ്പോയതും നമുക്കറിയാം. സോ ഹി കുഡ് നോട്ട് അറ്റൻഡ് വൺ സിക്ക് മാൻസ് ലാസ്റ്റ് കമ്മ്യൂണിയൻ. അതുകൊണ്ട് തന്നെ ഒരു രോഗിയുടെ ലാസ്റ്റ് കമ്മ്യൂണിയൻ, അവസാനം അദ്ദേഹത്തിന് കിട്ടേണ്ട ആ ഒരു സർവീസ് അദ്ദേഹത്തിന് കിട്ടാതെ ആ ഒരു സിക്മാൻ എന്ത് ചെയ്യാണ്, മരണപ്പെടുകയാണ്. അവിടേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. He woke up at dawn. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എണീക്കുന്നു. Feeling shocked at his failure to perform his duty, he rode on his horse to the sick man's house. തന്റെ ഡ്യൂട്ടി ചെയ്യാൻ തനിക്ക് കഴിഞ്ഞില്ല, താൻ ഫെയിലിയർ ആയി പോയി, അത് എണീറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു പശ്ചാത്താപത്തോടു കൂടി, റിഗ്രറ്റോടു കൂടി he rode on his horse to the sick man's house. തൊട്ടടുത്ത ദിവസം എണീറ്റ് ഉടനെ എങ്ങോട്ട് പോവാണ്? ആ ഒരു സിക്മാന്റെ വീട്ടിലേക്ക് അദ്ദേഹം ഓടിച്ചെല്ലാണ്, കുതിരയെ ഓടിച്ചു പോവാണ്. There he realized that God had sent an angel to perform his duty. എന്നാൽ അവിടെ എത്തി ആ ഒരു സിക്മാന്റെ വൈഫുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ആരെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു? ഒരു ഏഞ്ചലിനെ, ഒരു മാലാഖയെ തന്റെ രൂപത്തിൽ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയാണ്. He thanked God for his mercy. തന്നോട് കാണിച്ച ഈ കരുണയ്ക്ക് ദൈവത്തോട് അദ്ദേഹം നന്ദി പറയുന്നു. The poem is rich in images. ഒരുപാട് ഇമേജറികൾ കാണാൻ ഈ ഒരു പോയത്തിൽ സാധിക്കും. The poem is a perfect example of a ballad. ഒരു ബാലഡ് എന്ന് പറയുന്ന ആ ഒരു പോയറ്റിക് മെത്തേഡിന് അല്ലെങ്കിൽ ആ ഒരു പോയറ്റിക് സ്റ്റൈലിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഏത്? The Ballad of Father Gilligan. It is written in multiple stanzas of 4 lines each, keeping a regular rhyme scheme of ABCB. കൃത്യമായിട്ടുള്ള 4 വരി സ്റ്റാൻസയും ABCB റൈം സ്കീമും കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പോം എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ഇറ്റ്സ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ ബാലഡ് എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് എ ഷോർട്ട് സമ്മറി ഓഫ് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഇനി ഇതിലെ പോയിന്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, WB Yeats അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് ഈ പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്ത് പോവാം. WB Yeats was a famous Irish poet. The poem tells the story of an old priest, Peter Gilligan. പീറ്റർ ഗില്ലിഗൻ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റിന്റെ സ്റ്റോറിയാണ് ഈ ഒരു പോയം പറയുന്നത്. He is a simple, kind and noble priest. വളരെ സിമ്പിൾ ആയിട്ടുള്ള, കൈൻഡ് ആയിട്ടുള്ള, ഒരു നോബിൾ ആയിട്ടുള്ള ഒരു പ്രീസ്റ്റ് ആണ് പീറ്റർ ഗില്ലിഗൻ. Some of his people in his parish were dead due to an epidemic. ഒരു എപ്പിഡമിക് കാരണം, ഒരു പകർച്ചവ്യാധി കാരണം അദ്ദേഹത്തിന്റെ ഇടവകയിലെ ചില ആളുകൾ മരണപ്പെടുന്നു, ചില ആളുകൾ രോഗികളായിരിക്കുകയാണ്. He was busy with the funeral services and last prayers. ഫ്യൂണറൽ സർവീസുകളും അതുപോലെ തന്നെ ലാസ്റ്റ് പ്രയറും ചെയ്ത് അദ്ദേഹം, അതായത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആണ്, അദ്ദേഹത്തിന്റെ പ്രീസ്റ്റ്ലി ഡ്യൂട്ടീസ് ആയിട്ടുള്ള ഫ്യൂണറൽ സർവീസും ലാസ്റ്റ് പ്രയേഴ്സും ഒക്കെ ചെയ്ത് അദ്ദേഹം ആകെ ബിസിയാണ്, അദ്ദേഹം ആകെ ടയേർഡ് ആണ്. സോ ഹി വാസ് വെരി Once he was unable to attend a last prayer. അങ്ങനെ ഒരിക്കൽ ഒരു രോഗിയുടെ ലാസ്റ്റ് പ്രയറിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, അദ്ദേഹം ഉറങ്ങിപ്പോയി.
Then God sent an angel for him to do the service. എന്നാൽ അദ്ദേഹത്തിന് പകരം ദൈവം ഇദ്ദേഹത്തിനോട് മേഴ്സി കാണിച്ചിട്ട്, കരുണ കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ രൂപത്തിൽ ഒരു ഏഞ്ചലിനെ അങ്ങോട്ട് അയക്കുന്നു. ഇറ്റ് ഷോസ് ഗോഡ്സ് ലവ് ടു ഹിസ് ഡിവോട്ടി. തന്നെ സ്നേഹിക്കുന്ന തന്റെ ഭക്തരോട് ദൈവം കാണിക്കുന്ന സ്നേഹമാണ് ആ ഒരു ഏഞ്ചലിനെ പറഞ്ഞയച്ചതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി പോയറ്റിക് ഡിവൈസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ തീം ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ബാലഡ് ടെൽസ് സ്റ്റോറി ഇൻ റൈം ആൻഡ് ഇൻ ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ഈച്ച് സ്പീക്കർ റിലേറ്റ്സ് സ്റ്റോറി ഓഫ് ഹൗ ഓൺ വൺ പെർട്ടിക്കുലർ ഈവനിങ് ഗോഡ് ഷോവ്ഡ് മേഴ്സി. ദൈവത്തിന്റെ കരുണ, ഗോഡ്സ് മേഴ്സി ആണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഡേ, ലേ, ഈവ്, ഗ്രീവ്, അതുപോലെ ഡൈ, ഐ തുടങ്ങിയിട്ടുള്ള റൈമിംഗ് വേർഡ്സ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാം. റൈം സ്കീം ABCB ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. 2 എക്സാമ്പിൾ ഓഫ് സിമിലീസ് കാണാൻ സാധിക്കും. ഹി ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്. ആസ് ഉപയോഗിച്ചതുകൊണ്ട് സിമിലി ആണെന്നും, ഹി റോഡ് നൗ ആസ് ഹി നെവർ റോഡ് എന്ന് പറയുന്നതും ഒരു സിമിലി ആണെന്നും നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ അലിറ്ററേഷനുള്ള എക്സാമ്പിൾ കാണിക്കാം. ഫോർ എക്സാമ്പിൾ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. പ്രീസ്റ്റ് പീറ്റർ, പി സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നതായിട്ട് കാണാം. വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ, വാസ് വെരി വേഴ്സ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ മാവ്രോൺ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ എന്തിനുള്ള എക്സാമ്പിളുമാണ്? അലിട്രേഷനുള്ള എക്സാമ്പിളും ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് പറയാം. വിഷ്വൽ ഇമേജറീസ് ആയിട്ട് ഗ്രീൻ സോഡ്സ്, സ്റ്റാർസ്, മോത്ത്, റോക്കി ലൈൻ, ഫെന്ന് തുടങ്ങിയവ ഉപയോഗിച്ചിട്ടുണ്ട്. ഓഡിറ്ററി ഇമേജറി ആയിട്ട്, അതായത് കേൾക്കാൻ പറ്റുന്ന ഇമേജറികളായിട്ട് സ്പാരോ ചോപ്പ്, പ്രേ, ലീവ്സ് ഷേക്ക് ഇൻ ദ വിൻഡ്, ഓപ്പണിംഗ് ഓഫ് ദി ഡോർ തുടങ്ങിയിട്ടുള്ള ലൈൻസ് നമുക്ക് കാണാം. അതെല്ലാം എന്താണ്? ഓഡിറ്ററി ഇമേജറിക്കുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും പോയറ്റിക് ഡിവൈസുകളും ഇതൊക്കെയാണ് ഒരു ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓൾറെഡി നിലവിൽ നമ്മൾ കുറെ ചാപ്റ്റേഴ്സ് എല്ലാം ഷോർട്ട് വീഡിയോസ് ആയിട്ട് തന്നു കഴിഞ്ഞു. ഇപ്പൊ കൂട്ടത്തിൽ എന്താണ് രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ ഒരു പോയമായിട്ട് ബാലഡ് ഓഫ് ഫാദർ ഗിലിഗനും ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അപ്പൊ വളരെ വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.